ഞാൻ ഇന്റർവ്യൂവിനൊന്നും അല്ല ഇരിക്കുന്നത്. എനിക്ക് തടിച്ചു ഇതുമൊക്കെ ഞാൻ വയ്ക്കും. കേൾക്കുന്നുണ്ടോ? കേൾക്കാമോ? കേൾക്കാമോ? കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ ചെക്കല്ലോ ചെക്കല്ലോ മൈക്ക്. ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നിങ്ങൾക്ക് എന്താ പറയുക, ഒരു കാര്യം നിങ്ങളുമായിട്ടും കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു നല്ല ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇന്നലെ ഞാൻ ജസ്റ്റ് അതൊന്ന് നോക്കിയപ്പം ഞാനത് കണ്ട് കുറച്ച് ഞെട്ടിപ്പോയി. അത്രയ്ക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതാണ്, എന്നാലും പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു ഞെട്ടല്. അപ്പം ഇന്ന് അത് ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങളുമായിട്ടും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അതിനായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പം എന്തായിരുന്നു ആ ഞെട്ടൽ എന്നുള്ളതിൽ നമുക്ക് പോവാം. ഇന്നത്തെ ഒരു കൺഫർമേഷൻ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ഉണ്ട്. നമ്മൾ ഫ്ലാഷ് ബാക്ക് എന്ന് പറയില്ലേ, അതുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, എനിക്കിപ്പോൾ ഫസ്റ്റ് ഏബുവിൻ്റെ ഡെലിവറി എന്ന് പറയുന്നത് സിസേറിയൻ ആയിരുന്നല്ലോ. ആ സിസേറിയൻ്റെ സ്റ്റിച്ചിൽ വന്നിട്ട് എനിക്കൊരു ചെറിയ പ്രോബ്ലം ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ഈ സ്കാർ എൻഡോമെട്രിയോസിസ് എന്ന് പറയും. അപ്പോൾ അത് നമ്മൾ ഈ സിസേറിയൻ ചെയ്യുന്ന ഒരു ടൈമിലൊക്കെ നമ്മുടെ എൻഡോമെട്രിയൽ ടിഷ്യൂ, അതായത് നമ്മുടെ യൂട്രസിനകത്തുള്ള ലെയറിൻ്റെ ടിഷ്യൂ, ഈ നമ്മുടെ സിസേറിയൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ലെയറിനകത്ത് അതിന് ടിഷ്യൂസ് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അതായത് നമ്മൾ പീരിയഡ്സ് ആവുന്ന ടൈമിൽ നമുക്ക് ഈ യൂട്രസിൽ നിന്ന് നമുക്കുള്ള ബ്ലീഡിങ് പോലെ തന്നെ നമുക്ക് ഈ സ്റ്റിച്ചിനകത്തും ബ്ലീഡിങ് ഉണ്ടാകും. അപ്പോൾ അത് അകത്തേക്കാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്കിപ്പോൾ ഈ പീരിയഡ്സ് ആകുമ്പോൾ ആ ബ്ലഡ് പുറത്ത് പോകാൻ അതിന് റൂട്ടുണ്ട്. പക്ഷേ ഈ എൻഡോമെട്രിയോസിസ് ആകുമ്പോൾ അതിന് പുറത്തേക്ക് പോകാനുള്ള റൂട്ടില്ല. അപ്പം അതവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കും. അപ്പോൾ ഓരോ തവണ പീരിയഡ്സ് ആകുമ്പോഴും ഈ സ്റ്റിച്ചിൽ നിന്നും ബ്ലീഡിങ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഗ്രോത്തും ആ ഒരു കെട്ടിക്കിടക്കുന്ന ബ്ലഡ് അതിൻ്റെ അളവും അതിൻ്റെ സൈസും കൂടി വരും. അപ്പോൾ നമുക്കത് ഭയങ്കര പെയിൻഫുള്ളാണ്. അതായത് ഈ സ്റ്റിച്ച് ഓരോ പീരീഡ്സിൻ്റെ സമയത്തും സ്റ്റിച്ച് ഭയങ്കര വേദനയായിരിക്കും. അപ്പോൾ നമുക്ക് സിസേറിയൻ കഴിഞ്ഞവർക്ക് അറിയാമല്ലോ, നമ്മളിപ്പോൾ എണീക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ കുറേ നാളത്തേക്ക് നമുക്കൊരു വേദന ഉണ്ടാവില്ലേ, അതേ വേദനയാണ് ഓരോ പീരീഡ്സിലും. അപ്പം അത് ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം കാണിച്ചുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിൽ അവർ പറഞ്ഞത് സർജറി മാത്രമാണ് മാർഗം എന്നാണ്. അല്ലാതെ നമുക്കിതിന് അല്ലെങ്കിലും അതിന് മെഡിസിൻസ് ഒന്നും എടുക്കാനായിട്ടില്ല. അപ്പോൾ സർജറി മാത്രമാണ് ഓപ്ഷനായിട്ട് പറഞ്ഞത്. അതിന് വേറെ മെഡിസിൻസ് ഒന്നും ഇല്ല ശരിക്കും അത് നിൽക്കാനായിട്ട്. സർജറി അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ ഓരോ തവണ പീരീഡ്സ് ആകുന്ന സമയത്ത് പെയിൻ വരുന്ന സമയത്ത് ജസ്റ്റ് പെയിൻ കില്ലർ എടുക്കുക. അതില്ല എങ്കിൽ നമുക്ക് പീരീഡ്സ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട്, അതായത് കുറച്ച് നാളത്തേക്കൊക്കെ സ്റ്റോപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗം. ഇതൊന്നും അല്ലെങ്കിൽ പിന്നെ ഏറ്റവും ലാസ്റ്റ് പറയുന്നൊരു മാർഗം എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസിയാണ്. പ്രഗ്നൻസി വന്നിട്ട് നമുക്കിപ്പോൾ പ്രഗ്നൻസി ആ ഒരു ഡ്യൂറേഷൻ, ഒരു 9 months ഡ്യൂറേഷനിൽ തന്നെ ഇത് നാച്ചുറലി അങ്ങ് പോവും. അത് ഇല്ലാണ്ടായി പോവും. പിന്നെ നമുക്കത് ഉണ്ടാവത്തില്ല. കാരണം അത്രയും നാൾ നമുക്ക് പീരീഡ്സ് ആവുന്നില്ലല്ലോ. അപ്പോൾ അത് നാച്ചുറലി പൊക്കോളും. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ രണ്ടാമത്തതും എങ്ങനെയായാലും സിസേറിയൻ തന്നെ ആയിരിക്കും. അപ്പോൾ ആ രണ്ടാമത്തെ സിസേറിയൻ്റെ ടൈമിൽ ആ ഒരു ഒരു ലക്ഷണമുള്ളത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഏറ്റവും അവസാനം എനിക്ക് പറഞ്ഞ ഓപ്ഷൻ. അപ്പോൾ ഞാൻ ഓഫ് കോഴ്സ് ഞാൻ രണ്ടാമത്തെ ഒരു കുഞ്ഞിനെ പറ്റി അങ്ങനെ പെട്ടെന്ന് ചിന്തിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി നമ്മളൊന്ന് സെറ്റിലായിട്ട് മതി എന്നുള്ളതായിരുന്നു. പക്ഷെ പിന്നീട് ഇപ്പോൾ ഇതാണ് ഓപ്ഷൻ, ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ഇതാണെന്ന് പറഞ്ഞു. അപ്പോൾ സർജറി ചെയ്യുന്നതായ പോലും നമുക്ക് അത്രയ്ക്ക് നല്ലൊരു ഓപ്ഷൻ അല്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ പ്രഗ്നൻസി, ഇപ്പോൾ എന്തായാലും ഒരു കുഞ്ഞേ ഉള്ളൂ, അപ്പോൾ പ്രഗ്നൻസി എന്നുള്ളൊരു ഓപ്ഷൻ തന്നെ എടുത്തു. അപ്പം ഞാൻ ഓൾറെഡി ഈ കോപ്പർട്ടിയൊക്കെ വെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു 2 years എന്തോ ആയി ഞാൻ കോപ്പർട്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ കോപ്പർട്ടി റിമൂവ് ചെയ്യാൻ തീരുമാനിച്ചു, അതൊക്കെ ചെയ്തു. അപ്പം ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും ഞാൻ ഇന്നലെ കണ്ട് ഞെട്ടിയത് എന്തായിരിക്കുമെന്നും ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കുമെന്നും. അപ്പോൾ ഇന്നലെ കണ്ട് ഞെട്ടിയ സാധനം എന്താണെന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. ഓക്കെ, വെയിറ്റ്. ഇതാണ് ഇന്നലെ കണ്ട് ഞെട്ടിയ സാധനം. അപ്പം നിങ്ങൾക്കിത് ഭയങ്കരമായിട്ട് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമുക്ക് ആ ഒരു 1 line പെട്ടെന്ന് ക്ലിയർ ആവത്തുള്ളൂ. ഓക്കെ, സെക്കൻഡ് ലൈൻ അത്ര ക്ലിയർ അല്ല. ഞാൻ വിചാരിച്ചു നമുക്ക് ഈ ഒരു ലൈൻ വെച്ചിട്ട് കൺഫേം ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നന്നായിട്ടൊന്ന് കൺഫേം ചെയ്യാം. അങ്ങനെയാണ് ഇന്ന് ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ഓൾറെഡി കിറ്റ് മേടിച്ചു.
ഓൾറെഡി കിറ്റ് മേടിച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് അതൊന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും അതിൻ്റെ കൺഫർമേഷൻ ഉടനടി അറിയിക്കാൻ വേണ്ടിയിട്ടുമാണ് ഇന്നത്തെ ഈ വീഡിയോ ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ എന്താ ഇതും കൊണ്ട് പോയി ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. അപ്പോൾ എന്തായിരിക്കും നല്ലൊരു ഹാപ്പി ന്യൂസ് ആയിട്ട് പുറത്തു വരാൻ പറ്റുമെന്ന് നമുക്ക് നിങ്ങൾ എന്നെ ആശംസിക്കണേ. ഐഷേട്ടാ, നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റി പറയാനുണ്ടോ? ഐച്ചേട്ടാ, ഞാൻ ഇത് പോയി ചെക്ക് ചെയ്തിട്ട് വരട്ടാ. ഇത് വലിയ സിനിമയിലേക്ക് കാണണമല്ലോ, എന്തെങ്കിലും പൊക്കി എടുത്ത് ഇങ്ങനെ കറക്കൂലേ? ഒരു ഉമ്മയെങ്കിലും തരുമോ? ബോഡി ഷേമിങ് ഇപ്പൊ ഇതൊക്കെ ഇറക്കിയുള്ളൂ, ബോഡി ഷേമിങ് ഗൈസ്. ഇപ്പൊ എന്തായാലും പോയിട്ട് വരാം, നമുക്ക് കാണാം. നമുക്കൊരു എന്തായാലും ഒരു 2 minutes വെയിറ്റ് ചെയ്യാം. കാരണം ഒരു 5 minutes ആണ് അവരത് പറഞ്ഞേക്കുന്ന ടൈമിങ് ആക്യുറസിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അത്രയൊന്നും വേണ്ട, എന്നാലും ഒന്ന് ക്ലിയർ ആയിട്ട് വരണമല്ലോ. അത്രയും സമയം നമുക്കൊന്ന് നോക്കാം. അതെ, ഓൾറെഡി നമ്മളൊന്ന് ചെക്ക് ചെയ്തു, ഒന്ന് ലൈറ്റ് ആയിട്ടാണല്ലോ. അപ്പോൾ എന്തായാലും നമുക്കതൊന്ന് ക്ലിയർ ആയിട്ട് വരുന്നവരെ എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പം ഞാൻ അത്രയും സമയം ടെൻഷൻ അടിച്ചിരിക്കുന്ന പോലത്തെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടി ഇനി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇടാം. അത് ഇനിവിടെ പ്രസക്തി ഇല്ല, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അത്ര അറിഞ്ഞാൽ മതി. ഓ, എന്നെ തിരിപ്പിച്ച് വേണ്ട, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വേണ്ട, നിങ്ങളിട്ടാൽ മതി. കാണിക്കട്ടെ ആദ്യം നിങ്ങൾ കാണും, എന്നിട്ട് എല്ലാവരും കാണിക്കാം. ഓക്കെ, അപ്പോൾ വി ആർ പ്രഗ്നന്റ്. ആ കാര്യത്തിൽ സത്യം പറയാൻ ആണുങ്ങൾക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് രസമായിരുന്നല്ലേ. അങ്ങനെയൊന്നുമില്ല, അതിപ്പോ നിങ്ങളല്ല പ്രസവിക്കുന്നുള്ളതുകൊണ്ട് നിങ്ങളെ കുഞ്ഞാവാതിരിക്കുന്നില്ലല്ലോ. ഒരു ഹെൽപ്പ് ആയതിനെ പെണ്ണുങ്ങൾക്ക്. ഇപ്പൊ അങ്ങനെയല്ലേ പറയുന്നത്, തുല്യത, എല്ലാ ജോലിയും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ചെയ്യാം അല്ലേ. അപ്പൊ പ്രസവം കൂടെ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ത് എളുപ്പമായിരുന്നേനെ. അപ്പം ഇതാണ് ഗൈസ് നിങ്ങൾക്ക് ഉള്ള ഞങ്ങളുടെ സർപ്രൈസ്. അപ്പോൾ ഇനി ആദ്യം ഒന്ന് ഡോക്ടറെ ഫിക്സ് ചെയ്യണം, എന്നിട്ട് ഡോക്ടറെ കാണാൻ പോകണം. അങ്ങനത്തെ ഇനി കുറേ ചടങ്ങുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് വേണം. പിന്നെ ഈ ഡ്യൂറേഷൻ, ഞാൻ സത്യം പറയാമല്ലോ, എനിക്ക് സെക്കൻഡ് ഒരു കുഞ്ഞ് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. നിങ്ങൾക്ക് എന്താ ആഗ്രഹമില്ലാത്ത? ഐച്ചേട്ടന് ഏബു അത് കഴിഞ്ഞിട്ടേ വേറെ എന്തോ ഉള്ളൂ, അങ്ങനത്തെ ഒരു ഇതാണ്. പക്ഷെ എനിക്ക് അങ്ങനെ തന്നെയാണ്, ഓഫ് കോഴ്സ് അങ്ങനെയാണ്. പക്ഷെ എനിക്ക് രണ്ടാമതൊരു കുഞ്ഞുങ്ങൾ വേണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഐച്ചേട്ടന് ഇപ്പോഴും എന്തോ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെന്നൊക്കെ പറയുന്നത്, അങ്ങനെയൊന്നും പറയരുത്. എനിക്കെന്ന് വെച്ചാൽ ഏബുവിന് എന്തൊക്കെ വന്നാലും എന്നാലും ഒരു കൂട്ടൊക്കെ വേണം, അങ്ങനത്തെ ഒരു ഇത്. പിന്നെ എനിക്ക് ആദ്യത്തെ പ്രഗ്നൻസി ഒന്നും അത്രയ്ക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു പീരീഡ് വേണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ആൺകൊച്ച് വേണോ പെൺകൊച്ച് വേണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല, ഏത് കിട്ടിയാലും ഓക്കെയാണ്. പെൺകുട്ടി കിട്ടിയാൽ കൊള്ളാം, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി, അതുകൊണ്ട് പേരൊന്നും ഞാൻ നോക്കിയൊന്നുമില്ല. പേര് നോക്കാം. എന്താ പേരയച്ചോട്ടെ നോക്കി വെച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. അപ്പം എന്തായാലും നമുക്ക് നോക്കാം. എയിലോ അതെനിക്ക് അങ്ങനെ തന്നെയാണ്. എയ്ഡനുമായിട്ട് എന്തെങ്കിലും സിമിലാരിറ്റി ഉള്ള പേരൊക്കെ ആണെങ്കിൽ കുറച്ചൊരു നല്ലതാണ്. ഞാൻ പിന്നെ കുറച്ച് മീനിങ് നോക്കും, മീനിങ് ഒക്കെ വയസ്സായിരിക്കും എനിക്ക് പേരിടാൻ ഇഷ്ടം. ഈ എയ്ഡനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ നെഡിയ എന്നൊക്കെ വരത്തില്ലേ, അങ്ങനെയൊക്കെ ഇടാമെന്ന് ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ ആ പേര് അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്തായാലും നമുക്ക് നോക്കാം, അതിന് ടൈം ഉണ്ടല്ലോ. അപ്പം നല്ല പേരുകൾ ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും. അപ്പം നല്ല ഒരു ഹാപ്പി ന്യൂസ് അറിയിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചെലവിനൊന്നുമില്ല ഗായ്സ്. അപ്പോൾ ഏബുവിനോട് ഇനി അടുത്ത പറയണം. ഏബുവിനോട് ഇങ്ങനെ ആദ്യം ഇങ്ങനെ ഇന്നലെ ഇതിങ്ങനെ കണ്ടപ്പോഴേ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ചോദിച്ചേട്ടാ, ഏബു നിനക്ക് ആൺ കുഞ്ഞാവ വേണോ പെൺ കുഞ്ഞാവ വേണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴത്തേക്ക് അബു പറഞ്ഞു അബുന് വെറും കുഞ്ഞാവ മതി, അബുന് ആണെന്നും പെണ്ണൊന്നും ഡിഫറൻസ് ഒന്നും ഇല്ല കേട്ടോ, പാവം.
അവന് വെറും കുഞ്ഞാവാൻ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും എബുവിൻ്റെ അടുത്തും കൂടെ ഇതൊന്ന് കൺഫേം ചെയ്ത് പറയണം, പിന്നെ വീട്ടിലെല്ലാവരോടും പറയണം. അപ്പോൾ അവർക്കുമൊക്കെ ഒരു സർപ്രൈസ് കൊടുക്കണമല്ലോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഹാപ്പി ആയിരിക്കും. അപ്പം എന്തായാലും ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ഇനി എങ്ങനെയാണ് ഓരോ ദിവസം പോവുക എന്നുള്ളതൊക്കെ മാക്സിമം നിങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ കാർഡൊക്കെ ടെസ്റ്റ് ചെയ്ത് അയച്ചേട്ടന് നല്ല സന്തോഷമുണ്ട്. അപ്പം എന്താണ് അയച്ചേട്ടൻ്റെ അഭിപ്രായം? എന്നാലും അഭിപ്രായമൊന്നും ഇല്ലേ? സത്യം പറഞ്ഞാൽ എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഒരു അബു ഉള്ളത് കൊണ്ട് ഒരു ഉൾക്കൊള്ളാണ്ട ഒരു ബുദ്ധിമുട്ടുണ്ട് സത്യം പറഞ്ഞാൽ. ഇതില്ല ഇപ്പം എത്രയെന്നൊക്കെ പറഞ്ഞാലും എനിക്ക് പക്ഷേ രണ്ടാമതൊരു കുഞ്ഞിനെ വേണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എനിക്കിപ്പം ഏബുവിനൊരു കൂട്ട് വേണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ആണെങ്കിൽ നമുക്കൊരു ഇപ്പം എനിക്ക് ആദ്യത്തെ ഒരു പ്രഗ്നൻസി പീരീഡ് ഒന്നും അത്രയ്ക്ക് കൊണ്ട് എൻജോയ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അപ്പം അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യണം. ആ ഒരു പീരീഡ് അങ്ങനെയല്ല, അത് ശരിക്കും പ്രഗ്നൻ്റ് ആയിട്ട് ഉള്ളവർക്ക് അല്ലെങ്കിൽ അമ്മമാർക്കൊക്കെ ആക്ച്വലി നന്നായിട്ട് മനസ്സിലാവും. അത് നമുക്കൊരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ് ഒരു പ്രഗ്നൻസിയുടെ ടൈം എന്ന് പറയുന്നത്. മദർഹുഡ് ആണ്. അങ്ങനെയൊന്നും ഞാൻ അങ്ങനെ ഭയങ്കര ജോലിക്കള്ളിയൊന്നും അല്ല, ജോലിയൊക്കെ ചെയ്യും, പക്ഷേ ഒന്ന് സുഖിക്കണം എത്ര എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചൊക്കെ സുഖിക്കണം. അപ്പം എന്ന് വെച്ചാൽ നമുക്ക് ഈ ആഗ്രഹം തോന്നുന്ന ഫുഡൊക്കെ കഴിക്കണം. ആൺകുഞ്ഞ് വേണോ പെൺകുഞ്ഞ് വേണോ എന്ന് വെച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് ഏത് കിട്ടിയാലും ഓക്കെയാണ്. പക്ഷെ പെൺകുഞ്ഞാണെങ്കിൽ കുറച്ചുകൂടെ ഹാപ്പി ആയിരിക്കും. എന്ന് വെച്ചാൽ ഓൾറെഡി ഒരു മോനുണ്ട്, അപ്പോൾ ഒരു മോളും കൂടെ ആകുമ്പോഴത്തേക്കും സന്തോഷം. മോളായ കൊള്ളാം, ഒരു പെൺകുഞ്ഞാണ്. പിന്നെ ഓഫ് കോഴ്സ് ആൺകുഞ്ഞായാലും ഓക്കെയാണ് കേട്ടോ. ഞാൻ പെൺകുഞ്ഞാണ്. കഴിഞ്ഞ പ്രാവശ്യം അയച്ചാൽ ശരിക്കും ഇതുണ്ടായിരുന്നു കേട്ടോ, ആൺകുഞ്ഞ് തന്നെ ആയിരിക്കണേ ഭയങ്കര ഇതായിരുന്നു. അത് അത്രയ്ക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന സബ് കോൺഷ്യസ് മൈൻഡ്, പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്. ആ മറ്റേ എന്തോന്ന് ഒരു ജോസഫ് മർഫിയുടെ ബുക്കാണ്. അപ്പം എന്നിട്ട് പെൺകുഞ്ഞായിരിക്കണം എന്നാണ് ആഗ്രഹം. പിന്നെ പേര് എനിക്ക് സത്യം പറഞ്ഞാൽ എയ്ഡനുമായിട്ട് ഭയങ്കര സിമിലർ ആയിട്ടുള്ള ഒരു പേര് കിട്ടിയാൽ കൊള്ളാന്നൊക്കെ ഉണ്ട്. ഓഫ് കോഴ്സ് എയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. എയ്ഡനോ ആ പേരുമായിട്ടൊരു സിമിലാരിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ കൊള്ളാം. പിന്നെ സമയമുണ്ടല്ലോ പേരൊക്കെ കണ്ടുപിടിക്കാനായിട്ട്. അതെ ഓഫ് കോഴ്സ് ഞാൻ ഏബുവിൻ്റെ പേര് ഗൂഗിളിൽ തന്നെയാണ് കേട്ടോ കണ്ടുപിടിച്ചത്, എയ്ഡൻ എന്നുള്ളത്. പിന്നെ എനിക്കതിൻ്റെ ഒരു ഇനിഷ്യല് ഞാൻ എൻ്റെ ഇതായിട്ട് തന്നെ ഇട്ടതാണ്. അപ്പോൾ എനിക്ക് മീൻസ് അമ്മയുടെ പേരൊക്കെ ലെറ്ററിൽ മാത്രമായിട്ട് അങ്ങനെ ഇടുന്ന എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അജിത്ത്, എയ്ഡൻ, അനു, അജിത്ത് എന്ന് അങ്ങനെ തന്നെ ഇട്ടതാ. അതൊരു ഭംഗിയില്ല പേര്. അപ്പം അങ്ങനെ തന്നെ ഇടാമെന്നുണ്ട്. അപ്പം അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ. ഡോക്ടറെ ഫിക്സ് ചെയ്യണം, ഡോക്ടറെ കാണണം, ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കണം. അങ്ങനെയൊന്നും ഇല്ല, നോക്കാം. ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കണം, ചെറിയൊരു ചിക്കൻ ഫ്രൈ. വേറൊരു യൂട്യൂബ് ചാനലുണ്ടായിരുന്നല്ലോ നിന്റെ ഫുഡ് കഴിപ്പിനെ കുറിച്ച് പറഞ്ഞത്. കൊതിയുള്ള സമയത്ത് കഴിക്കുന്ന ആഹാരം, പിന്നെ മാങ്ങ, കൊതിയുള്ള ടൈമത്ത് ആഹാരം കഴിക്കണം സത്യം പറഞ്ഞാൽ ഇല്ലേ? അത് പ്രഗ്നന്റ് ടൈമിൽ ഉള്ളതാണ്. പക്ഷെ എപ്പോഴും കണ്ണ് തുറന്നാൽ എനിക്ക് ഛർദിലൊന്നും ഇല്ലാതിരുന്നാൽ മതിയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. ഛർദിൽ ഏബുൻ്റെ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഛർദിലായിരുന്നു കേട്ടോ. വായിൽ വെള്ളം പോലും വെക്കാൻ പറ്റത്തില്ലായിരുന്നു. ആദ്യത്തെ ഒരു 4-5 മാസം വരെ നല്ല ഛർദിലുണ്ടായിരുന്നു. അപ്പം ഇതിന് അങ്ങനെ ഇല്ലാതിരുന്നാൽ മതിയായിരുന്നു എന്നുണ്ട്. എന്തായാലും നോക്കാം. ഇപ്പം ആയിപ്പോയില്ലേ, അപ്പം എന്തായാലും നമുക്ക് നോക്കാം. ഇന്നിപ്പോൾ എനിക്കിനി ആദ്യത്തെ ദിവസമായിട്ട് എനിക്ക് എന്താ ഫുഡൊക്കെ വാങ്ങിച്ചു തരുന്നത്? ഞാൻ കപ്പടിച്ച ദിവസം നീ അല്ലേ എനിക്ക് സമ്മാനം വാങ്ങിച്ചു തരേണ്ടത്. അയ്യടാ, ഒറ്റക്കട്ട കപ്പൊന്നുമല്ലല്ലോ. ഇപ്പം എന്തായാലും ബാക്കി നമുക്ക് മൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ. അപ്പം എന്തായാലും നമ്മൾ ഒത്തിരി ഇട്ട് ഇങ്ങനെ ലാഗ് അടുപ്പിച്ചിട്ട് കാര്യമില്ല. ഉടനെ പോയി എന്തെങ്കിലും തിന്നാനുള്ള ഭാഗം ഒപ്പിക്കട്ടെ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ തുടർ കഥകൾ നമ്മൾ പറയുന്നതായിരിക്കും. അതായത് നമ്മളിങ്ങനെ ഹോസ്പിറ്റലിൽ പോകണം. ടു ബി കണ്ടിന്യൂഡ്. യൂട്യൂബ് ചാനൽ മുന്നോട്ട് പോകാൻ പറ്റും.
സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇപ്പൊ നമ്മള് എനിക്കറിയാം നമ്മുടെ മിസ്റ്റേക്ക് ആണ്, നമ്മൾ കുറച്ച് ക്യാമറ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ. അങ്ങനെയല്ല, നമ്മള് കുറച്ച് ഡ്യൂറേഷൻ കൂടി പോകുന്നുണ്ട് നമ്മള്. അതായത് നമ്മള് വീഡിയോസ് ഇടുന്നതിന്റെ നമ്മള് വീഡിയോസ് ഇടുന്നതിന്റെ ഗ്യാപ്പ് കുറച്ച് കൂടുന്നുണ്ടെന്ന് അറിയാം. അപ്പം സത്യം പറഞ്ഞ ജോലിയുടെ ഇതും പിന്നെ അങ്ങനെ നമുക്കൊരു അത് മീൻസ് നമ്മൾ അതുമായിട്ട് ഇരിക്കണ്ടേ, അതുകൊണ്ടാണ് അതിന് പറ്റാതെ പോകുന്നത്. അങ്ങനെയല്ല, ഞാൻ 1 മന്തായിട്ട് ലീവാണ് കേട്ടോ. ഈ ഒരു ഫുൾ മന്ത് ഞാൻ ലീവാ. അങ്ങനെ അതിന് വേണ്ടിയിട്ടൊന്നുമല്ല, ഞാൻ അല്ലാതെ 1 മന്ത് ലീവായിരുന്നു. നമ്മളിപ്പം അങ്ങനത്തെ ഒരു ഇത് അങ്ങനെ ചിന്തിക്കുന്നില്ലായിരുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നല്ല കോപ്പറേറ്റേക്ക് നമ്മൾ ഒരു 3 years 4 yearsനൊക്കെ എന്തായാലും നമ്മൾ ഫിക്സ് ചെയ്തിരുന്നായിരുന്നു ആ ഒരു ഗ്യാപ്പൊക്കെ. പക്ഷെ ഇപ്പം ഓക്കെ, അപ്പം എന്തായാലും ഇപ്പം നമ്മൾ വൈൻഡപ്പ് ചെയ്യുക. ബാക്കി അതിൻ്റെ സ്റ്റോറീസൊക്കെ പിന്നാലെ വരും കേട്ടോ. അപ്പം എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ, ഈ കണ്ടൻറ്റ്, അതുപോലെ തന്നെ ഈ ന്യൂസൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം, എന്നാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും